everyone. Once again, welcome back to Success Academy's YouTube channel. അപ്പോൾ നമ്മൾ ഇന്നും ഒരു അനാലിസിസ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന GD എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. A shopkeeper allows a discount of 10% on the marked price and thus gains 20%. What is the ratio between the cost price and the marked price? ഒരാൾ 10%, ഒരു ഷോപ്പ് കീപ്പർ 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ടും എന്ത് സംഭവിക്കുന്നുണ്ട്, 20% പ്രോഫിറ്റും കൂടി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിൻ്റെയും മാർക്ട് പ്രൈസിൻ്റെയും റേഷ്യോ ആണ് കാണേണ്ടത്. ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, ആദ്യം എന്ത് ചെയ്യുക, കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്ട് പ്രൈസ്, ഇതേ ഓർഡർ തന്നെ എഴുതുക. അതിനുശേഷം 10% ഡിസ്കൗണ്ട്. 10% ആണെങ്കിൽ മാർക്ട് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എങ്ങനെ എടുക്കണം, 10 മാർക്ട് പ്രൈസ് എങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും, 9 വരും. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ 10% എന്ത് ചെയ്യുക, 10% ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ 1/10 എന്നാണ് വരിക. അപ്പോൾ എന്താ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മാർക്ട് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ട് പ്രൈസ് ആണ്. ഇതാണ് 1/10. അപ്പോൾ നമുക്ക് മാർക്ട് പ്രൈസിന് എന്താക്കി എടുക്കാം, റേഷ്യോ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് വാല്യൂ ഒന്നും വേണ്ട, മാർക്ട് പ്രൈസിന് 10 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ മാർക്ട് പ്രൈസ് 10 ആണെങ്കിൽ 10 മൈനസ് SP ആണ് 1. അങ്ങനെയെങ്കിൽ SP എത്ര വരും, 10 മൈനസ് 1 9 ആണ് SP. അപ്പോൾ നമ്മൾ 10ഉം 9ഉം അതായത് മാർക്ട് പ്രൈസും സെല്ലിംഗ് പ്രൈസും എഴുതി. അടുത്തത് 20% ആണ് ലാഭം. 20% ആണ് ലാഭം എങ്കിൽ എന്ത് ചെയ്യണം, 20%നെ ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 1/5 എന്ന് വരും. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ആണ്. ഇതാണ് 1/5. നമ്മൾ നേരത്തെ ചെയ്ത പോലെ കോസ്റ്റ് പ്രൈസ് എന്താണെന്ന് എടുക്കാം, 5 ആണെന്ന് എടുക്കാം. ഇതെന്ത് ചെയ്യണം, അടുത്ത ലൈനിൽ എഴുതണം, കോസ്റ്റ് പ്രൈസ് 5 ആണ്. ഇനി SP മൈനസ് CP, SP മൈനസ് 5 ആണെന്ത് 1. അപ്പോൾ SP എന്തായി, 5 + 1 6 ആയി. ഇത് വേഗം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 20% എന്ന് കാണുമ്പോഴേക്കും ഓർക്കുക 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ആണ്. ഇനി ആ 5 ഡിനോമിനേറ്ററിൽ വരുന്ന വാല്യൂ എന്ത് ചെയ്യണം, കോസ്റ്റ് പ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, കോസ്റ്റ് പ്രൈസ് അതായത് ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ചെയ്യുക, 5 + 1 6 ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് പ്രോഫിറ്റിന് പകരം ലോസ് ആണ് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം, 5 മൈനസ് 1 4 എന്ന് എടുക്കണം. അപ്പോൾ നമ്മുടെ റേഷ്യോ എന്ത് വരുമായിരുന്നു, 5:4 എന്ന് വരുമായിരുന്നു. ഇവിടെ പ്രോഫിറ്റ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആകുമ്പോൾ എന്ത് എപ്പോഴും എങ്ങനെയായിരിക്കും, കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും സെല്ലിംഗ് പ്രൈസ്. അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയായി. ഇനി എന്ത് ചെയ്യാം, ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ട്, ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ട്. ഈ വേക്കൻറ്റ് സ്പേസിലേക്ക് എന്ത് ചെയ്യണം, സെയിം ലൈനിൽ അടുത്തുള്ള വാല്യൂ എഴുതും. അപ്പോൾ ഇവിടെയാണെങ്കിൽ എന്ത് വരും, 9 വരും, ഇവിടെയാണെങ്കിൽ 6 വന്നു. ഓക്കെ ആണല്ലോ. ഇത് CP എന്ന് പറയുന്നത് 9 × 5, SP 9 × 6, MP 10 × 6. ഇനി ഇതിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന വാല്യൂസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇവിടെ എന്തുണ്ട്, എല്ലാത്തിലും 3 കോമൺ ആണ്. അപ്പോൾ 3 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 വന്നു, ഇവിടെ 2, ഇവിടെ 2. ഇനി ബാക്കിയുള്ള വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ 15:18:20 വന്നു. നമുക്ക് ആരുടെയൊക്കെ ചോദിച്ചേക്കുന്നത്, കോസ്റ്റ് പ്രൈസിൻ്റെയും മാർക്ട് പ്രൈസിൻ്റെയാണ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്, 15:20. നമുക്ക് എഗെയിൻ 5 വെച്ചിട്ട് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എത്ര വരും, 3:4. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുക. നമുക്കിത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും എഴുതാണ്ട് നേരെ തന്നെ എന്ത് ചെയ്യുക, റേഷ്യോസ് എഴുതുക, കട്ട് ചെയ്യുക, ആൻസർ എഴുതുക, 3:4. ക്ലിയർ ആണല്ലോ. അടുത്തത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 1200. ഇഫ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് 15, ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ്. ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും ഡിഫറൻസ് എത്രയാണ്, 1200 രൂപയാണ്. പിന്നെ തന്നിരിക്കുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 15%. ഇങ്ങനെയാണെങ്കിൽ എന്താ കാണേണ്ടത്, സെല്ലിംഗ് പ്രൈസ് ആണ് കാണേണ്ടത്. എന്ത് ചെയ്യാം, 15%, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 15% ആണെങ്കിൽ കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എന്ത് വരും, 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 15/100 എത്ര വരും, 3/20 എന്നാണ് വരും. അപ്പോൾ 20 ആണ് ഡിനോമിനേറ്റർ, അതിനെ നമ്മൾ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുത്തു. ഇനി സെല്ലിംഗ് പ്രൈസ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്, ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ, 3/20 ആകുമ്പോൾ 20 + 3. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയായി, 23 ആയി. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് 23 - 20, 3 യൂണിറ്റ് ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ശരിക്കും ഈ ഡിഫറൻസ് എത്രയാണ്, സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് 1200 രൂപയാണ്. അപ്പോൾ അതായത് ഈ 3 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ വാല്യൂ ആണ് 1200. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 400 ആയി.
ചോദിച്ചേക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. നമ്മൾ എഴുതിയ റേഷ്യോ പ്രകാരം സെല്ലിംഗ് പ്രൈസ് എത്ര യൂണിറ്റ് ആണ്? 23 യൂണിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. ഒരു യൂണിറ്റ് 400 ആണ്. അങ്ങനെയെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 23 ഇൻറ്റു 400 ഈക്വൽ ടു 0012 9 9200 രൂപയാണ് എന്ത് വരിക? സെല്ലിംഗ് പ്രൈസിന് ശരിക്കും വാല്യൂ വരിക. അടുത്തത് ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റോംബസ് ഹൂസ് സൈഡ് ഈസ് 10 സെൻറ്റിമീറ്റർ ആൻഡ് വൺ ഓഫ് ദ ഡയഗണൽ ഈസ് 12 സെൻറ്റിമീറ്റർ. ഒരു റോംബസിൻ്റെ സൈഡ് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ, ഒരു ഡയഗണൽ 12 ആണ്, കാണേണ്ടത് ഏരിയ ആണ്. അപ്പോൾ റോംബസ് എന്താണ്? റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡ് ഈക്വൽ ആയിട്ട് വരുന്ന പാരലോഗ്രാം. ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോംബസ് എന്ന് പറയുന്നത്. അപ്പോൾ റോംബസിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷനാണ് ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. ഇതിൽ d1 ഉം d2 എന്താണ്? ഓരോ ഡയഗണൽസ് ആണ്. അപ്പോൾ റോംബസിൻ്റെ ഡയഗണൽസിൻ്റെ പ്രത്യേകത എന്താ? ഇത് 2 ഡയഗണൽസ് ഉണ്ടാകും. ഡയഗണൽസ് അൺഈക്വൽ ആയിരിക്കും, പക്ഷെ ഇവരെങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത്? ഈക്വലി ആയിരിക്കും ഇവർ കട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇതും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ ഡയഗണലിന്, അതായത് ഒരു ഡയഗണൽ മറ്റേ ഡയഗണലിനെ ബൈസെക്റ്റ് ചെയ്തിട്ടാണ് പോവുക. ഏത് ആംഗിളിൽ? 90 ഡിഗ്രിയിൽ. 90 ഡിഗ്രിയിലാണ് 2 ഡയഗണൽസും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇതിപ്പോൾ എ ബി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എ ബി ടോട്ടൽ ലെങ്ത്ത് ഡി ആണെങ്കിൽ പി പോയിൻറ്റ് ഒ ആണെന്ന് കരുതുക. അപ്പോൾ എയും എത്ര വരും? ടോട്ടൽ ഡി ആണെങ്കിൽ ഇത് d/2, ഇത് d/2. ഓക്കെ ആണല്ലോ. അപ്പോൾ സൈഡ് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എല്ലാ സൈഡും 10 സെൻറ്റിമീറ്റർ ആണ്. ഡയഗണലിൽ ഒരെണ്ണം 12. ഇപ്പോൾ എ ബി ആണ് 12 എന്ന് വിചാരിക്കുക. ഇപ്പോൾ ടോട്ടൽ എ ബി 12 ആണെങ്കിൽ എ ഒ വരെയുള്ള ലെങ്ത് എത്ര വരും? 12ൻ്റെ പകുതി എത്രയാണ്? 6. ഇത് 6, ഇത് 6. ഇനി നോക്കുക, ഇതിപ്പോൾ എന്തായി? സി എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ എ ഒ സി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി ഇല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഹൈപ്പോടെന്യൂസ്, അത് 10 ആണ്. മറ്റേ സൈഡ് 6 ആണെങ്കിൽ ഈ തേർഡ് സൈഡ് എത്ര വരും? 6ഉം ഏതും 10. ഒരു നമ്മൾ പൈതഗോറസ് ട്രിപ്ലെറ്റ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ 6ഉം 10ഉം ആണെങ്കിൽ മൂന്നാമത്തെ സൈഡ് ഏതായിരിക്കും? 6ഉം 8ഉം 10ഉം ആണ് പൈതഗോറസ് ട്രിപ്ലെറ്റ്സ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ കുറച്ച് പൈതഗോറസ് ട്രിപ്ലെറ്റ് വാല്യൂ ചെറിയ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യുക? കാണാണ്ട് പഠിക്കുക. ഇനി അങ്ങനെ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോൾ ഇത് ഹൈപ്പോടെന്യൂസ്, ഇതാണ് 2 സൈഡെങ്കിൽ h² ഈസ് ഈക്വൽ ടു x² പ്ലസ് y². നമുക്കിവിടെ അറിയാവുന്ന വാല്യൂ 100 ഈക്വൽ ടു 6ൻ്റെ സ്ക്വയർ 36 പ്ലസ് y². y² എത്ര വന്നു? 64 വന്നു. അങ്ങനെയാണെങ്കിൽ y-ൻ്റെ വാല്യൂ 8. അപ്പോൾ നമുക്കിത് കാണാണ്ട് അറിയാമെങ്കിൽ ഇത്രയും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒ സിയുടെ ലെങ്ത്ത് 8 കിട്ടി. ഒ സി 8 ആണെങ്കിൽ ഈ ഫുൾ ഡയഗണൽ എത്ര വരും? ഇത് 8 ആണെങ്കിൽ ഇതും 8. അപ്പോൾ രണ്ടാമത്തെ ഡയഗണലിൻ്റെ ലെങ്ത്ത്, ഒരു ഡയഗണൽ 12 വന്നു, രണ്ടാമത്തെ ഡയഗണൽ എത്രയായി? 8 + 8 16 ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 16. 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 8 വന്നു. 8 ഇൻറ്റു 12ൻ്റെ വാല്യൂ എത്രയാണ്? 96 ആണ്. 96 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു റോംബസിൻ്റെ ഏരിയ. മനസ്സിലായല്ലോ? ഏരിയ ആണെന്ന ഇക്വേഷൻ ഹാഫ് d1 d2 ആണ്. റോംബസിൻ്റെ ഡയഗണൽസിൻ്റെ ആ ഒരു പ്രത്യേകത വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു 90 ഡിഗ്രിയിലായിരിക്കും കട്ട് ചെയ്ത് പോകുക. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അങ്ങനെ 2 സൈഡ് അറിയാമെങ്കിൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഡയഗണൽ കണ്ടുപിടിക്കുക, ഹാഫ് d1 d2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്തത്, ഇഫ് ദ വോളിയം ഓഫ് എ സ്ഫിയർ ഈസ് 288 pi cm3, then find its radius. ഒരു സ്ഫിയറിൻ്റെ എന്താണ് തന്നേക്കുന്നത്? വോളിയം തന്നിട്ടുണ്ട് 288 pi cm3 ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് കാണാം. സ്ഫിയറിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ എന്താണ്? വോളിയം ഇസ് ഈക്വൽ ടു 4/3 pi r3. നമുക്ക് പൈ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. കാരണം എന്താണ്? ആൻസറിൽ നമുക്ക് തന്നിരിക്കുന്ന വോളിയത്തിൻ്റെ വാല്യൂവിൽ എന്തുണ്ട്? പൈ ഉണ്ട്. അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു 288 pi ഈക്വൽ ടു 4/3 pi r3. പൈയും കട്ട് ചെയ്ത് പോയി. 4 വെച്ചിട്ട് കട്ട് ചെയ്യാൻ എത്ര വരും? 72 വരും. അപ്പോൾ r³ ഇസ് ഈക്വൽ ടു 216. 216 എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ ക്യൂബാണ്? 6ൻ്റെ ക്യൂബാണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്ര വന്നു? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ പറയുന്ന 288 pi cm3 വോളിയം വരുന്ന സ്ഫിയറിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അടുത്തത്, 2 trains A and B of length 180 meter and 205 meter are running at speed of 56 km/h and 70 km/h respectively on parallel tracks. In how much time will they cross each other? Okay. 2 ട്രെയിൻ ഉണ്ട്. എയും ബിയും ലെങ്ത് 180 മീറ്ററും 205 മീറ്ററും ആണ്.
ഇത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് റൺ ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ വിട്ടു എന്ന് തോന്നുന്നത്. അപ്പോൾ 56ഉം 70ആണ് അവരുടെ സ്പീഡ്. ഇവർ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് റൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണം, ഇതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ടൈം ഇസ് ഈക്വൽ ടു L1 + L2 ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ്. ഒരു ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ത് വരും? രണ്ട് ട്രെയിനിൻ്റെയും സ്പീഡിൻ്റെയും സം ആയിരിക്കും റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. അതായത് S1 + S2 ആയിരിക്കും റിലേറ്റീവ് സ്പീഡ്. ഓക്കെ ആണല്ലോ. ഇനി ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് യൂണിറ്റ് കൺവേർഷൻ ആണ്. ഇതിൽ ലെങ്ത് വന്നേക്കുന്നത് മീറ്ററിലും സ്പീഡ് വന്നേക്കുന്നത് km/hലുമാണ്. ആൻസർ എന്തിലായിരിക്കും? സെക്കൻഡ്സിലായിരിക്കും. അത് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സെക്കൻഡ്സിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? km/hനെ m/s ആക്കാം. km/hനെ എങ്ങനെയാണ് m/s മാറ്റുന്നത്? ആ വാല്യൂവിനെ ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര വരും? ടൈം ഇസ് ഈക്വൽ ടു L1 + L2 180 + 205 ഡിവൈഡഡ് ബൈ S1 + S2 എത്രയാണ്? 126 ഇൻറ്റു 5/18 ആണ്. ഈ /18 എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. അപ്പോൾ ഇൻറ്റു 18 വരും. അപ്പോൾ ഇത് എത്ര വാല്യൂ വരിക? 385 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 126 ഇൻറ്റു 5. 5 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 77. 6 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 21 7. 77/7 എന്ന് പറയുന്നത് 11 സെക്കൻഡ്. 11 സെക്കൻഡ് കൊണ്ടായിരിക്കും ഈ രണ്ട് ട്രെയിനും ക്രോസ് ചെയ്ത് പോവുക. ക്ലിയർ ആയല്ലോ? അടുത്തത് Amit, Karan and Rahul can finish a work in 4 days if they work together. However, Amit alone will take 9 days to complete the work and Karan alone can work in 12 days. How many days will Rahul alone takes to complete the work? നിൽക്കാം. 3 പേരുണ്ട്. അമിത്, കരൺ, രാഹുൽ. ഇവർ 3 പേരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണം? 4 ദിവസം വേണം. ഇവർ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അമിത്തിന് 9 ദിവസവും പിന്നെ കരണിന് 12 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? ഇതാണ് കാണേണ്ടത്. ഇതേപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ്. അതെന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ഡേയ്സ് എഴുതാം. ഇവർ 3 പേർക്കും കൂടിയിട്ട് 4 ദിവസം, അമിത്തിന് മാത്രം 9 ദിവസം, കരണിന് മാത്രം 12 ദിവസം. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഈ 3 ദിവസത്തിൻ്റെയും കൂടിയിട്ട്, അതായത് 4, 9, 12ൻ്റെ LCM ആയിട്ടുള്ള വാല്യൂവിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ടോട്ടൽ വർക്കായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ LCM 36 ആണ്. 4 × 9 ആണ് 36. 9 × 4 12 × 3. ഓക്കെ. അപ്പോൾ ഇവർ 3 പേരുടെയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി കിട്ടി 9. അമിത്തിൻ്റെയും കരണിൻ്റെയും മാത്രമുള്ള എഫിഷ്യൻസി കിട്ടി 4ഉം 3ഉം. നമുക്ക് 3 പേരുടെ കൂടിയിട്ട് 9 ആണ്. നമുക്ക് രാഹുലിൻ്റെ എഫിഷ്യൻസി കിട്ടിയാലാണ് എത്ര ദിവസം കൊണ്ടാണ് രാഹുൽ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാമെന്ന് മനസ്സിലാവുക. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ 9ൽ നിന്ന് അമിത്തിൻ്റെയും കരണിൻ്റെയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി കുറച്ചാൽ പോരെ? അതെത്രയാണ്? 4ഉം 3ഉം. 4 + 3 7 ആണ്. അപ്പോൾ 9 - 7 2 യൂണിറ്റാണ് ആരുടെ എഫിഷ്യൻസി? രാഹുലിൻ്റെ എഫിഷ്യൻസി. ഇനി നമ്പർ ഓഫ് ഡേയ്സ് കാണാമല്ലോ. നമ്പർ ഓഫ് ഡേയ്സ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് 36 ആണ്. ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര വന്നു? 18. 18 ദിവസം കൊണ്ടാണ് രാഹുൽ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ദ ആവറേജ് ഓഫ് 3 numbers ഈസ് 20. ദ ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പർ ഈസ് 15. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ തേർഡ് നമ്പർ. 3 സംഖ്യകളുടെ ആവറേജ് 20 ആണ്. അതിൽ ആദ്യത്തെ 2 പേരുടെ ആവറേജ് എത്രയാണ്? 15 ആണ്. കാണേണ്ടത് മൂന്നാമത്തെ സംഖ്യയാണ്. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അല്ലെങ്കിൽ എത്ര പേരുണ്ട്, എത്ര നമ്പർ ഉണ്ട്, അതാണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ABC ഇതാണ് 3 നമ്പേഴ്സ് എന്ന് കൺസിഡർ ചെയ്യുക. ആവറേജ് എന്ത് വരും? A + B + C ഡിവൈഡഡ് ബൈ 3. എങ്ങനെയാണ്? 3 നമ്പേഴ്സാണുള്ളത്. ഇതാണ് എത്ര? 20. അങ്ങനെയാണെങ്കിൽ A + B + Cയുടെ സം എത്ര വരും? A + B + C ഈക്വൽ ടു 20 × 3 60 എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇനി ആദ്യത്തെ 2 സംഖ്യകൾ അതാരൊക്കെയാണ്? എയും ബിയും. A + B / 2 ആണെന്ത്? 15. അങ്ങനെയാണെങ്കിൽ A + B എത്രയായി? A + B is equal to 15 × 2 30 ആയി. അപ്പോൾ 3 പേരുടെയും കൂടി സം 60 ആണ്. ആദ്യത്തെ 2 പേരുടെ മാത്രം 30 ആണെങ്കിൽ മൂന്നാമത്തെ ആളുടെ എത്രയായിരിക്കും?
മൂന്നാമത്തെ ആൾ സി ഈസ് ഈക്വൽ ടു 60 മൈനസ് എ പ്ലസ് ബി. 60 മൈനസ് 30 ഈക്വൽ ടു 30. അപ്പോൾ മൂന്നാമത്തെ ആളുടെ വാല്യൂ എന്ന് പറയുന്നത്, മൂന്നാമത്തെ നമ്പർ എത്രയാണ്? 30 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മച്ച് ടൈം വിൽ എ സം ഓഫ് ₹5,000 അമൗണ്ട്സ് ടു ₹6,500 അറ്റ് 15% സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സം 5000 രൂപ എത്ര വർഷം കൊണ്ടാണ് 15% പലിശയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 6500 രൂപയായിട്ട് മാറുക? ഇതാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ചാപ്റ്ററിൽ പഠിക്കുന്ന ഇക്വേഷൻ ഏതാണ്? I is equal to PNR divided by 100. ഇതിൽ I ഇൻട്രസ്റ്റ് ആണ്, P പ്രിൻസിപ്പൽ ആണ്, N നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, അതാണ് കാണേണ്ടത്, R റേറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് തന്നേക്കുന്ന 5000 എന്ന് പറയുന്നത് പ്രിൻസിപ്പളും 6500 എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ആണ്. അപ്പോൾ എമൗണ്ട് ഈക്വൽ ടു, എമൗണ്ട് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ, അതിൻ്റെ കൂടെ എന്തും കൂടി വരും? ഇൻട്രസ്റ്റും കൂടി വരും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഇക്വേഷനിലായി കണ്ടുപിടിച്ചൂടെ? അപ്പോൾ I is equal to എന്ത് വന്നു? 6500 മൈനസ് 5000. 1500 ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1500 ഈക്വൽ ടു 5000 ഇൻറ്റു N ഇൻറ്റു R15 ആണ് ഡിവൈഡഡ് ബൈ 100. 0യും 0യും ക്യാൻസൽ ചെയ്തു. 15 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 10 എന്ന് വന്നു. ഇവിടെ ഒരു 5 ബാക്കിയുണ്ട്. കട്ട് ചെയ്തപ്പോൾ 2 ആയി. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര വന്നു? N ഈക്വൽ ടു 2 ഇയേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത്, ഹൗ മച്ച് ടൈം വിൽ മോഹൻ ടേക്ക് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 400 മീറ്റർ ഇഫ് ഹി റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 15 km/h? 400 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 15 km/hലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എത്ര സമയം വേണം? ഇതാണ് കാണേണ്ടത്. ഇതിലങ്ങനെ തന്നെയാണ് യൂണിറ്റ് ശ്രദ്ധിക്കുക. 400 മീറ്ററിലും സ്പീഡ് എങ്ങനെയാണ്? സ്പീഡ് km/hലുമാണ്. സമയം തന്നിട്ടുള്ളത് സെക്കൻഡ്സിലാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾ 15 km/hനെ മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി എന്താ വേണ്ടത്? ഇൻറ്റു 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് 400 മീറ്റർ ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 5/18. 18 മുകളിലേക്ക് പോയി. 3 വെച്ചിട്ട് എഴുതിയാൽ 6, 5. അപ്പോൾ 5 ഇൻറ്റു 5 25 വന്നു. ഈ 400നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 100 എന്ന് എഴുതി കഴിഞ്ഞാൽ 5 ഇൻറ്റു 5 25 ആണ്. 100ൽ 25 എത്ര തവണയുണ്ട്? 4 തവണയുണ്ട്. അപ്പോൾ എത്രയായി? 16 ഇൻറ്റു 6 എത്രയാണ്? 96 സെക്കൻഡ്സ്. ക്ലിയർ ആയല്ലോ? അടുത്തത് തന്നിരിക്കുന്ന 1, 2, 3, 4 ഈ ഫ്രാക്ഷൻസിൻ്റെ, ഇത്രയും ഫ്രാക്ഷൻസിൻ്റെ എന്ത് കാണാം? HCF കാണാം. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ HCF എങ്ങനെ കാണുന്നത്? HCF ഓഫ് എ ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു HCF of the numerator divided by LCM of the denominator. ഇങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇതിൽ ന്യൂമറേറ്റർ ഏതൊക്കെയാണ് വരിക? 1, 4, 3, 5, 6. അപ്പോൾ ഇതിന് ഈ പറയുന്ന 5 വാല്യൂവിനും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്ലൈ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് തന്നെയാണ് HCF? ഇവരുടെ HCF എന്ന് പറയുന്നത് HCF 1 തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് എന്താ കാണേണ്ടത്? അടുത്തത് കാണേണ്ടത് LCM ആണ്. LCM എങ്ങനെ കാണും? 3, 5, 4, 6, 7. ഓക്കെ, ഇതിലെന്ത് കോമൺ ഉണ്ട്? 3 കോമൺ എടുക്കുകയാണെങ്കിൽ 1 5ൽ ഇല്ല, അപ്പോൾ 5 അങ്ങനെ തന്നെ എഴുതി. 4 അങ്ങനെ തന്നെ എഴുതി. 6ൽ 2 തവണ, 7 അതേപോലെ തന്നെ എഴുതി. ഇനി ആരെ കോമൺ എടുക്കാൻ പറ്റും? 2 എടുക്കാൻ പറ്റും. 1, 5, 2, 1, 7. ഇനി എന്ത് ചെയ്യുക? പുറത്ത് കിടക്കുന്ന വാല്യൂസ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 2 6 ആണ്. 6 ഇൻറ്റു 5 ഇൻറ്റു 2 10 ഇൻറ്റു 7. ഇപ്പോൾ എത്ര വന്നു? 420. അപ്പോൾ HCF 1 ആയി. ഡിവൈഡഡ് ബൈ LCM 420. ആൻസർ എത്ര വന്നു? 1/420 ആണ് ഈ പറയുന്ന 5 ഫ്രാക്ഷൻസിൻ്റെ എന്ത്? HCF. അടുത്തത്, എ ഷോപ്പ് കീപ്പർ മാർക്സ് ഹിസ് ഗുഡ്സ് 20% above the cost price. He gives a discount of 10% on the marked price. Find his profit or loss percentage. Profit or loss percentage. ഒരാൾ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യാണ്? കോസ്റ്റ് പ്രൈസിനേക്കാൾ 20% കൂട്ടിയിട്ടാണ് മാർക്ക് പ്രൈസ് മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഈ മാർക്ക് പ്രൈസിൽ നിന്ന് എന്ത് കൊടുക്കുന്നുണ്ട്? 10% എന്താ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായിരിക്കുന്നത്? അതിൻ്റെ പെർസെൻറ്റേജ് അതാണ് കാണേണ്ടത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാം. അപ്പോൾ കോസ്റ്റ് പ്രൈസിൽ നിന്ന് എത്ര കൂട്ടിയിട്ടാണ്? 20% കൂട്ടിയിട്ടാണ് മാർക്ക് പ്രൈസ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിൽ നിന്ന്
10% ഡിസ്കൗണ്ട്. 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 10% കുറച്ചിട്ടാണ് വിറ്റിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇത് കഴിയുമ്പോൾ എങ്ങനെ വരും? എ പ്ലസ് ബിയിൽ 20 പ്ലസ് -10 ഡിസ്കൗണ്ട് ആയതുകൊണ്ട് 10% കുറച്ചിട്ടാണ് വിറ്റേക്കുന്നത്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് എ ബി ഇൻറ്റു 20 ഇൻറ്റു -10 ഡിവൈഡ് ബൈ 100. 0യും 0യും കട്ട് ചെയ്തു. 20 - 10 10 ആണ്. 10 പ്ലസ് -2 എത്ര വന്നു? 8%. ഇതാണ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇതാണ് എളുപ്പം. റേഷ്യോ മെത്തേഡ് ആണെങ്കിൽ എങ്ങനെ വരും? റേഷ്യോ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തോ ഡിസ്കസ് ചെയ്ത പോലെ സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്ക് പ്രൈസ് എന്ന് എഴുതുക. ഇനി മാർക്ക് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ 20% കൂടുതലാണ്. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ ആരേക്കാളും കൂടുതലാണ്? കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലാണ്. കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? കോസ്റ്റ് പ്രൈസ് 5 ആണെങ്കിൽ മാർക്ക് പ്രൈസ് എന്ത് വരും? 20% കൂടുതൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ 5 + 1 6 എഴുതുക. ഓക്കെ ആണല്ലോ. അടുത്തത് 10% ഡിസ്കൗണ്ട്. 10% ഡിസ്കൗണ്ട് എന്ന് വരുമ്പോൾ 10 9 ആയി. ഇനി ആദ്യത്തെ ലൈനിൽ മാർക്ക് പ്രൈസ് 6 ആണ്, രണ്ടാമത്തെ ലൈനിൽ 10 ആണ്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും? 50, 54, ഇവിടെ 60 വരും. പ്രോഫിറ്റാണ് വെച്ചേക്കുന്നത്. പ്രോഫിറ്റ് എത്ര പ്രോഫിറ്റാണ്? 4 യൂണിറ്റ് ആണ് പ്രോഫിറ്റ്. കോസ്റ്റ് പ്രൈസ് 50 ആണ്. ഇൻറ്റു 100 2 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8%. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എ പ്ലസ് ബി ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് കുറച്ചും കൂടി സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക. അടുത്തത്, if ratio of A, B, C and D is 3:8:5:7 and that of D and E is 2:3, find the ratio of B and E. തന്നിരിക്കുന്ന റേഷ്യോസ് എഴുതുക. A, B, C, D 3:8:5:7. ഇനി അടുത്തത് ആരാണ്? ഡിൻ്റെതും ഇൻ്റെതും. അതെന്ത് ചെയ്യണം? അടുത്ത ലൈനിൽ എഴുതണം. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക? നമ്മൾ ആ ഫസ്റ്റ് ക്വസ്റ്റിലൊക്കെ പറഞ്ഞ പോലെ ഈ വേക്കൻറ്റ് സ്പേസിലേക്ക് തൊട്ടടുത്തുള്ള വാല്യൂ എഴുതാം. ഇവിടെ അത് വരും? 7 വരും. ഇവിടെ ആണെങ്കിൽ 2 ആണ് തൊട്ടടുത്തുള്ള വാല്യൂ. അപ്പോൾ ഈ ഫുൾ വേക്കൻറ്റ് സ്പേസിൽ 2 തന്നെ എഴുതി കൊടുക്കുക. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ബിൻ്റെതും ഇൻ്റെതും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ 8 × 2 16, ഇവിടെ 21. അപ്പോൾ എന്തായി റേഷ്യോ? 16:21. ക്ലിയർ ആയല്ലോ. അടുത്തത്, ഫൈൻഡ് ദ നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 9. 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ 9ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക? തന്നിരിക്കുന്ന നമ്പറിൽ ഡിജിറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 9 9ൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കും. നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 1 + 3 3 3 + 3 എന്ന് പറയുന്നത് 6 6 + 2 8 8 + 1 9. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റ് സം എത്രയായി? 9 ആയി. 9 9ൻ്റെ മൾട്ടിപ്പിളോ ആയാൽ മതി. അപ്പോൾ ഈ ഓപ്ഷൻസിൽ 2 ആയിരിക്കും 9ൻ്റെ മൾട്ടിപ്പിൾ. നമ്മൾ ബാക്കി ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതൊന്നും 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല. അടുത്തത്, എ പേഴ്സൺ സെൽസ് ഹിസ് ആർട്ടിക്കിൾ അറ്റ് 10% പ്രോഫിറ്റ് ആൻഡ് യൂസസ് എ വെയിറ്റ് ഓഫ് 20% ലെസ് ദാൻ ദ ആക്ച്വൽ വെയിറ്റ്, ഫൈൻഡ് ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഈ ക്വസ്റ്റിനും പ്രീവിയസ് ഇയർ ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരുപാട് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഡിസ്ഹോണസ്റ്റ് ഷോപ്പ് കീപ്പറിൻ്റെ ക്വസ്റ്റിനായിട്ട്. ഇതെങ്ങനെയാണ്? 10% പ്രോഫിറ്റിലാണ് ഓൾറെഡി വിൽക്കുന്നത്. അത് കൂടാണ്ട് എന്തും കൂടി ചെയ്യുന്നുണ്ട്? 100% കൊടുക്കുന്നിടത്ത് 20% കുറച്ചിട്ടാണ്, അതായത് 80% മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ ചെയ്യാം? കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 10% ആണ് പ്രോഫിറ്റ് എങ്കിൽ നമ്മൾ പറഞ്ഞു 10%ന് എങ്ങനെ എഴുതാം? 1/10 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 10ഉം 11ഉം 1/10. അപ്പോൾ 10 ഡിനോമിനേറ്റർ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എഴുതി. പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 10 + 1 ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ചെയ്തപ്പോൾ 11 കിട്ടി. ഇനി അടുത്തത് 20% കുറച്ചാണ് കൊടുക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ 100% ടോട്ടൽ എന്ന് പറയുന്നത് 100%. അപ്പോൾ ആ ഷോപ്പ് കീപ്പർ എന്താ ചെയ്യുന്നത്? ഒരാൾക്ക് വിൽക്കുന്ന സമയത്ത് 100% കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ മേടിക്കുന്ന ആൾ എന്ത് ചെയ്യണം? 100%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അത്രയും എമൗണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കണം. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്തായി? 100 ആയി അല്ലേ. ഇയാൾ 100 ഫുൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 kg ആണെങ്കിൽ 1 kg ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ മേടിക്കുന്ന ആൾ എന്ത് ചെയ്യണം? 1 kgക്ക് എത്രയാണോ പൈസ അത്രയും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇയാൾ എത്രയേ കൊടുക്കുന്നുള്ളൂ? 20% കുറച്ചിട്ടാണ് കൊടുക്കുന്നുള്ളൂ. 100ൻ്റെ 20% കുറഞ്ഞെന്ന് പറയുമ്പോൾ എത്രയേ ഉള്ളൂ? 80 ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം വിൽക്കുന്നത് എത്രയാണ്? 80. ഇപ്പോൾ നമ്മൾ ഗ്രാമിലേക്ക് പറയുകയാണെങ്കിൽ 80 ഗ്രാമാണ് കൊടുക്കുന്നുള്ളൂ.
അപ്പോൾ 80 ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈസയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചിലവായി പോകുന്നുള്ളൂ. പക്ഷേ 100-ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എന്ത് വന്നു? 80-ഉം 100-ഉം വന്നു. ഇനി കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ വാല്യൂസിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, ഇത് കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു. ഓക്കെ, കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഈ രണ്ട് സൈഡിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് വന്നു ബാക്കി? ഇവിടെ ഒരു 8 ഉണ്ട്, ഇവിടെ ഒരു 11 ഉണ്ട്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 8-ഉം സെല്ലിംഗ് പ്രൈസ് 11-ഉം ആയി കഴിഞ്ഞാൽ എത്രയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? 3 യൂണിറ്റ് ആണ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് കിട്ടി 3 യൂണിറ്റ്, കോസ്റ്റ് പ്രൈസ് 8 ആണ്. അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര വരും? 3 × 100, 3/8 × 100. നമ്മൾ 4 വെച്ച് കട്ട് ചെയ്താൽ 2-ഉം 25-ഉം വരും. അപ്പോൾ 75/2 എന്ന് പറയുമ്പോൾ 37 1/2% ആണ് ഇവിടെ മൊത്തത്തിലുണ്ടാവുന്ന പ്രോഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മെയിൻ പ്രൊപ്പോർഷൻ ടു 242 ആൻഡ് 32. മെയിൻ പ്രൊപ്പോർഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എ, ബി, സി ഈ 3 സംഖ്യകളാണ് പ്രൊപ്പോർഷനെങ്കിൽ എങ്ങനെ വരും? A/B = B/C. ഇതിൽ നടുക്കുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെയിൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ B² എന്തായി? B² = A × C ആയി. B = √AC ആയി. എന്ത് ചെയ്താൽ മതി ഇനി? B = 242 × 32-ന് എന്ത് ചെയ്യാം? 32-ന് 16 എന്തായാലും സ്ക്വയർ റൂട്ട് ഉണ്ട്. അപ്പോൾ 16 × 2 എന്ന് എഴുതാം. 2 × 16. 242 × 2 എന്ന് പറയുമ്പോൾ എത്രയായി? 484 × 16. 484 എന്തിൻ്റെ സ്ക്വയർ ആണ്? 22-ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ 22 × 16-ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 4 ആയി. അപ്പോൾ 22 × 4 88. 88 ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്തത്, HCF of two numbers is 21 and their LCM is 840. If one of the number is 360, find the other number. രണ്ട് സംഖ്യകളുടെ LCM HCF തന്നിട്ടുണ്ട്. 21-ഉം 840-ഉം ആണ്. കൂട്ടത്തിൽ ഒരു നമ്പർ 360 ആണെങ്കിൽ അടുത്ത നമ്പറാണ് കാണേണ്ടത്. അപ്പോൾ ഇത് കാണേണ്ട എങ്ങനെയാണ് കൺസെപ്റ്റ്? രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു അവരുടെ HCF × LCM. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അറിയില്ലാത്ത നമ്പർ A എന്ന് കൊടുത്തു, മറ്റേ നമ്പർ എത്രയാണ്? 840 ഈക്വൽ ടു HCF 21 × 840. അപ്പോൾ A ഈക്വൽ ടു 20, സോറി ഇവിടെ 840 അല്ലല്ലോ, 360. 360 21 × 840 ഡിവൈഡഡ് ബൈ 360. 0-യും 0-യും കട്ട് ചെയ്തു. 84-നെ 36-നെ എന്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം? 12 വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 3-യും ഇവിടെ 7-ഉം വന്നു. സോറി ഇവിടെ 7. 21/3 ചെയ്യുമ്പോൾ 7 വരും. 7 × 7 എത്രയായി? 49. അപ്പോൾ രണ്ടാമത്തെ നമ്പർ ഏതായിരിക്കും? 49 ആയിരിക്കും. അടുത്തത്, എ സർട്ടൻ സം അമൗണ്ട്സ് ടു റുപ്പീസ് 3640 ഇൻ 2 years ആൻഡ് റുപ്പീസ് 4060 ഇൻ 8 years അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ. എത്രയോ ഒരു എമൗണ്ട് ഉണ്ട്, അത് 2 വർഷം കൊണ്ട് 3640 ആയിട്ടും 8 വർഷം കൊണ്ട് 4060 രൂപയായിട്ടും മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പലാണ് കാണേണ്ടത്. എത്രയൊരു പ്രിൻസിപ്പൽ നമുക്കറിയില്ല. 2 വർഷം കൊണ്ട് 3640, 8 വർഷം കൊണ്ട് 4060. നമ്മൾ ഈ രണ്ട് വാല്യൂസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കില്ലേ? ഈ പറയുന്ന ഇയർ ഗ്യാപ്പിലുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ? ഇപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴും സെയിം എമൗണ്ട് തന്നെയായിരിക്കും. ഇവിടെ എമൗണ്ടിൽ ചേഞ്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഇടയ്ക്ക് വരുന്നത് ആരാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. എത്ര വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്? 6 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. എങ്ങനെ നമുക്ക് 6 കിട്ടിയത്? 8-ൻ്റെ 6, 2-ൻ്റെ ഇടയ്ക്ക് എത്ര വർഷമുണ്ട്? 8 - 2 6. അപ്പോൾ നമ്മൾ ഈ 2 വർഷത്തെ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 6 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 6 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 024. 420 രൂപയാണ് 6 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ 1 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര വരും? ഇതേ ഡിവൈഡ് ബൈ 6, 70 വന്നു. നമുക്ക് തന്നിരിക്കുന്നത് 2 വർഷത്തെ 3640 എമൗണ്ടാണ് തന്നേക്കുന്നത്. അപ്പോൾ 2 വർഷത്തെ എമൗണ്ട് എന്ന് പറയുന്നത് എന്താ? ആദ്യമേ ഉള്ള പ്രിൻസിപ്പിൾ ഉണ്ട് പ്ലസ് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? അതല്ലേ എമൗണ്ട് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3640 പ്ലസ് പ്രിൻസിപ്പിൾ ഉണ്ട്, അതിൻ്റെ കൂടെ
2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്, ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 70. അപ്പോൾ 2 വർഷത്തെ ആകുമ്പോൾ എത്രയായി? 140 അങ്ങനെയെങ്കിൽ പ്രിൻസിപ്പൾ എത്ര വരും? പ്രിൻസിപ്പൾ 3640 നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ 3500 രൂപ എന്നാണ് പ്രിൻസിപ്പൾ കിട്ടുക. ഓക്കെ, പ്രിൻസിപ്പളായി. ഇനി ഇൻ കേസ് നമ്മുടെ അടുത്ത് ചോദിച്ചത് റേറ്റ് ആയിരുന്നു ഇരിക്കട്ടെ. അപ്പോൾ റേറ്റ് ആണ് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യാം? ഐ ഇസ് ഈക്വൽ ടു PNR/100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അപ്പോൾ ഐ എത്രയാണ്? ഒരു വർഷത്തെ നമുക്ക് എടുക്കാം. ഒരു വർഷത്തെ ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ത് ചെയ്താൽ മതി? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ കാൽക്കുലേഷൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് 70 ആണ്. 70 ഈക്വൽ ടു പ്രിൻസിപ്പൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എത്രയാണ്? 3500. നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 1 ആണ്. കാരണം നമ്മൾ എടുത്തേക്കുന്ന 70 എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100. 0 കട്ട് ചെയ്തു. 70/35 എത്രയാണ്? 2% ആണ് റേറ്റ്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ സ്കൂൾ ഈസ് 5:7. ഇഫ് ദർ ആർ 917 ഗേൾസ് ഇൻ ദ സ്കൂൾ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ബോയ്സ്. ഒരു സ്കൂളിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ 5:7 ആണ്. ബോയ്സ് ഗേൾസ് 5:7. ഇനി ഗേൾസിൻ്റെ ആക്ച്വൽ വാല്യൂ വന്നിട്ടുണ്ട് 917. അപ്പോൾ 917 ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും? 7ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് എന്ത്? 917. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായി? 917/7. 131 ഒരു യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റ് 131 ചോദിച്ചേക്കുന്നത് നമ്പർ ഓഫ് ബോയ്സ് ആണ്. ബോയ്സ് എത്ര പേരുണ്ട്? 5 യൂണിറ്റ് ആണ്. അപ്പോൾ 5 × 131 5 5 655 ആണ്. ഇനി നമ്മളടുത്ത് ടോട്ടൽ നമ്പർ ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നല്ലെങ്കിൽ 655 917 കൂടി ആഡ് ചെയ്യുക. അല്ലെങ്കിൽ റേഷ്യോ എന്ന് തന്നെ ടോട്ടൽ എടുക്കുമ്പോൾ 5 + 7 എത്രയാണ്? 12 ആണ്. ഒരു യൂണിറ്റ് 131 ആണ്. അപ്പോൾ 131 × 12 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടും. അടുത്തത്, Ajay is twice as good as Arun and together they can finish a work in 31 days. In how many days will Arun alone can complete the work? അജയ് അരുണിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? അരുണിനേക്കാളും ഇരട്ടി എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു 3 പേരും കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? 2 പേരും കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 31 ദിവസം കൊണ്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ അരുണിനെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? അപ്പോൾ എഫിഷ്യൻസി റേഷ്യോ ഏതാണെങ്കിൽ അജയുടെ എഫിഷ്യൻസി ബൈ അരുണിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ്? അരുണിൻ്റെ 1 ആണെങ്കിൽ അജയുടേത് 2, അതായത് ട്വൈസ് എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 31. ടോട്ടൽ എഫിഷ്യൻസി എത്രയായി? 2 + 1 3 ആയി ടോട്ടൽ എഫിഷ്യൻസി. അപ്പോൾ ടോട്ടൽ വർക്ക് എന്താണ്? നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു 3 നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി ആണ് ടോട്ടൽ വർക്ക്. അപ്പം നമ്പർ ഓഫ് ഡേയ്സ് 31 × 3 എത്രയാണ്? 93 ആണ് ടോട്ടൽ വർക്ക്. അപ്പോൾ ടോട്ടൽ വർക്കായി. ഇനി അരുണിൻ്റെ എഫിഷ്യൻസി അറിയാമല്ലോ. അരുണിൻ്റെ എഫിഷ്യൻസി 1 ആണ്. അപ്പോൾ അരുണിന് മാത്രം എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് 93 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി 1. എത്രയാണ് ആൻസർ? 93 ഡേയ്സും കൊണ്ടാണ് അരുൺ ഒറ്റയ്ക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക. അടുത്തത്, ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 7/5 ടൈംസ് ഓഫ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. ഫൈൻഡ് ദ ഗെയിൻ പെർസെൻറ്റേജ്. ഒരു ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് അതിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 7/5 ടൈംസ് ആണ്. കാണേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുക? ഇപ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞേക്കുന്നത്? കോസ്റ്റ് പ്രൈസിൻ്റെ 7/5 ആണ് സെല്ലിംഗ് പ്രൈസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ 5 അതെന്താക്കി എടുക്കുക? കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കുക. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ആണ് 5 എങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? കോസ്റ്റ് പ്രൈസിൻ്റെ 7/5. 5 × 7/5, അതായത് 5 × 7/5 എത്രയാണ്? 5 × 7/5 എന്ന് പറയുമ്പോൾ 5ഉം 5ഉം കട്ട് ചെയ്തിട്ട് 7 വരും. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രാക്ഷൻ ഫ്രാക്ഷൻ വരാതെ ഹോൾ നമ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 5ഉം 7ഉം എടുത്തേക്കുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെ പെട്ടെന്ന് ക്ലിക്ക് ആവുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെല്ലിംഗ് പ്രൈസ് എന്തിൻ്റെ? കോസ്റ്റ് പ്രൈസിൻ്റെ 7/5. തന്നിരിക്കുന്ന കണ്ടീഷൻ അതേപോലെ തന്നെ എഴുതി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സെല്ലിംഗ് പ്രൈസിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെയും റേഷ്യോ എടുത്താൽ മതി. 7/5 എന്ന് വരും. ഓക്കെ അല്ലേ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ്
കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. 2 divided by 5 ഇൻറ്റു 100. 20 ഇൻറ്റു 2 എന്ന് പറയുന്നത് 40% ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ 40% ഇദ്ദേഹത്തിന് ഉണ്ടാവുന്ന ലാഭം. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ഇത്രയും നാൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ലെവലും മെമ്മറി ബേസ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തമ്മിൽ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വളരെ വളരെ ഈസിയാണ്. മാത്സിലൊരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു 15 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക.